Hi dears, welcome back to Zainab Learning. It's me, Shahid Ramzan. മകളെ പുതിയൊരു സീരീസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും ഇപ്പോഴേ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് നേടാൻ സാധിക്കുള്ളൂ. ഓണം എക്സാം കഴിഞ്ഞതിന് ശേഷം ഫുൾ മാർക്കും അതോടൊപ്പം തന്നെ A+ കിട്ടിയ ഒരുപാട് കുട്ടികൾ പറഞ്ഞൊരു കാര്യമുണ്ട്, സാറേ സൈലം അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ പോലും ഞങ്ങൾ കാണാതെ പോവാറില്ല, അത്രയധികം ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പോവാറുള്ളത്, അതുകൊണ്ട് എനിക്ക് അത്രയധികം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു കാര്യം എന്നെ വല്ലാതെ ഇൻസ്പയർ ചെയ്തു. ഇനിയും നിങ്ങൾക്ക് അഥവാ പരീക്ഷ ടഫ് ആവുകയാണെങ്കിൽ പോലും, പല കുട്ടികൾ എക്സാം ടഫായിരുന്നു, പക്ഷേ എന്നിട്ടും അവർ ഓവർകം ചെയ്തത് ഇതുപോലത്തെ വീഡിയോസുകൾ സ്ഥിരമായിട്ട് സൈലത്തിൻ്റെ ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് കാണുന്നത് തന്നെയാണ്. ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് മാക്സിമം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സീരീസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ഇന്നു മുതൽ നിങ്ങൾക്ക് പുതിയ സീരീസ് കാണുന്നതാണ്. ഈ സീരീസ് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കണം. ഈ വീഡിയോക്ക് അവസാനത്തിൽ ഈ സീരീസിനെ പറ്റിയുള്ള ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതോടൊപ്പം തന്നെ ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്കും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എല്ലാ ഫ്രണ്ട്സിനോടും സൈലം എന്ന് പറയുന്ന ചാനലിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാവുന്നത് ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളാണ്. ഇതിനു വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് ഈ 2 ടോപ്പിക്കാണ്. വളരെ 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 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് തവണ കണ്ട ഒരു ഭാഗമാണ് ഈ കാണുന്നത്. 30:60:90 അഥവാ അല്ലെങ്കിൽ 45:45:90 എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ കുറേ ചോദ്യങ്ങൾ നിങ്ങൾ ലൈവിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അതിലൊക്കെ അഡീഷണൽ ആയിട്ട് കുറച്ച് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനി ഒരു തവണ കൂടി വീഡിയോ കണ്ടാൽ ഒരു നഷ്ടം ഉണ്ടാവില്ല. ഈ ചോദ്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. മക്കളെ ഇത്രേ ഉള്ളൂ കേട്ടോ. ഒരു ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണം, അതിൻ്റെ കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആണെങ്കിൽ ഉറപ്പിച്ചോളൂ 30-ന് ഓപ്പോസിറ്റ് 1 സെൻറ്റിമീറ്റർ ആണ് എന്ന് വിചാരിച്ചോ. 1 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 60-ന് ഓപ്പോസിറ്റ് √3 സെൻറ്റിമീറ്ററും 90-ന് ഓപ്പോസിറ്റ് ആ 1-ൻ്റെ ഇരട്ടിയുമായിരിക്കും. 30:60:90 ആണ് എങ്കിൽ മക്കളെ 1:√3:2 ആണ്. ഈ ചോദ്യത്തിൽ തന്നത് 30-ന് ഓപ്പോസിറ്റ് 3 ആണ്. അപ്പോൾ 30-ന് ഓപ്പോസിറ്റ് 3 ആണെങ്കിൽ 90-ന് ഓപ്പോസിറ്റ് എൻ്റെ ഇരട്ടിയായിട്ടുള്ള 6 ആയിരിക്കും. 60-ന് ഓപ്പോസിറ്റ് 3√3 ആയിരിക്കും. ഈ ഒരു ആശയമാണ് ഇതിൽ വരുന്നത്. ഇവിടെ എത്രയാണോ അതിൻ്റെ കൂടെ √3 ഇടുകയാണ് 60-ന് ഓപ്പോസിറ്റ് വരുന്നത്. ഇവിടെ എത്രയാണോ അതിൻ്റെ ഇരട്ടിയാണ് 90-ന് ഓപ്പോസിറ്റ് വരിക. ഇതന്നെ തിരിച്ചും ചിന്തിക്കാം. ഇതിൻ്റെ നേരെ പകുതി ഇവിടെ എഴുതുക, അതിൻ്റെ കൂടെ √3 ഇട്ട് എഴുതുക. ഇത് തന്നെയാണ് 45:45:90 വരുന്നത്. 45:45:90 ആണെങ്കിൽ നമുക്കറിയാം 1:1:√2 ആണ്. 1:1:√2 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നത് 45-ന് ഓപ്പോസിറ്റ് 3 ആണെങ്കിൽ 3:3:3√2. ഈ ഒരു ഐഡിയ വെച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മെയിൻ എക്സാമിന് വരാറുണ്ട്, ക്രിസ്മസ് എക്സാമിന് വരാറുണ്ട്. സോ മക്കളെ ഏറ്റവും ആദ്യത്തെ ചോദ്യം ഈ കാണുന്നതാണ്. പല കുട്ടികൾ ഈ ചോദ്യം കണ്ടിട്ടുണ്ടാവില്ല. മക്കളെ ശ്രദ്ധിച്ചോളൂ. മലയാളം മീഡിയം കുട്ടികൾക്കും സെയിം ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചിത്രത്തിൽ AB-യുടെയും AC-യുടെയും നീളം 4 സെൻറ്റിമീറ്റർ ആണ്. ഐസോസ്ലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണം. ആംഗിൾ A = 120 ഡിഗ്രി ആണ്. ആംഗിൾ B എത്ര എന്നാണ് ചോദ്യം. മക്കളെ ഈ 2 നീളവും സെയിം ആയതിനാൽ ഈ 2 ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇത് 120 ഡിഗ്രി ആണെങ്കിൽ ഈ കാണുന്നത് 30 ഡിഗ്രിയും ഈ കാണുന്നത് 30 ഡിഗ്രി. കാരണം മൊത്തം 180 കിട്ടണം. അപ്പോൾ ആംഗിൾ B എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ കാണുന്നത് 90 ഡിഗ്രിയാണ്. ഈ കാണുന്നത് 90 ഡിഗ്രിയാണ്. യെസ്, ഈ കാണുന്നത് 90 ഡിഗ്രിയാണ്. അപ്പം ഈ കാണുന്നത് 60 ഡിഗ്രി ആയിരിക്കും ഈ കാണുന്നത്. അല്ലേ? സിമ്പിളായിട്ട് നമ്മൾ പഠിച്ച ആശയം കിട്ടി. 30:60:90 ആണ്. 1 മാർക്ക് ഇവിടെ കിട്ടി. അടുത്ത ചോദ്യം, ഇതിൻ്റെ ലംബ ദൂരം എത്ര, അല്ലെങ്കിൽ എയിൽ നിന്ന് BC-യിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര? വളരെ സിമ്പിളാണ്, വളരെ സിംഗിളാണ്. സിംഗിളല്ല, സിമ്പിൾ കേട്ടോ. വളരെ സിംഗിളാണ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറഞ്ഞു പോലെ. 30:60:90 വെച്ചാൽ നമുക്കറിയാം 90-ന് ഓപ്പോസിറ്റ് 4 കിട്ടിയിട്ടുണ്ട്. 90-ന് ഓപ്പോസിറ്റ് 4 ആണെങ്കിൽ 30-ന് ഓപ്പോസിറ്റ് 2ഉം 60-ന് ഓപ്പോസിറ്റ് 2√3 ആയിരിക്കും. 2. ഇവിടം വരെ ഒരു B+ ലെവൽ ചോദ്യം എന്ന് പറയാം. ഈ 2 ഉത്തരം ഇതേ ഒരു B+ ലെവലാണ്. എന്നാൽ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു A+ ലെവൽ ചോദ്യമാണ്. ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം 1/2 BH ആണ് ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് 2 ആണെന്നറിയാം. ഈ നീളം 60-ന് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് 2√3 ആണെന്നും അറിയാം. 2√3. ഈ നീളം 30:60:90. അപ്പോൾ 60-ന് ഓപ്പോസിറ്റ് 2√3. ഈ നീളം സെയിം ആയിരിക്കും, കാരണം ഇവിടെ വരുന്നത് സെയിം ട്രയാങ്കിളാണ്, സെയിം നീളമാണ്. അപ്പോൾ ഈ നീളം എത്രയാണ്? 2√3 ആണ്. ഇത് രണ്ടും 2√3. ഏരിയ അഥവാ പരപ്പളവ് = 1/2 BH ആയതുകൊണ്ട് ഹാഫ് ഇൻറ്റു പാദം എന്ന് പറഞ്ഞാൽ 2√3 + 2√3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4√3 ആണ്. 2√3ഉം 2√3 സെയിം ആണ്. 2 ലഡു പ്ലസ് 2 ലഡു 4 ലഡു. ഓക്കെ, അപ്പോൾ 4√3 ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ്. ആൻസറായി മക്കളെ ഈ
2 വെട്ടിയാൽ ആൻസർ കിട്ടുന്നത് 4√3 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത്ര എഴുതിയാൽ ഫുൾ മാർക്കാണ്. മനസ്സിലായോ? നിങ്ങൾ പറയടാ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ. നിങ്ങളുടെ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക കേട്ടോ. സോ നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒരു പക്ഷേ ലൈവ് കണ്ട കുട്ടികൾ ഇതേ രീതിയിലൊരു ചോദ്യം കണ്ടിട്ടുണ്ടാവും, പക്ഷേ ആംഗിൾ മാറ്റേണ്ട കേട്ടോ. ലൈവിൽ 30 ഡിഗ്രി ആയിരുന്നു വന്നത്, ഇവിടെ വന്നത് 60 ഡിഗ്രിയാണ്. സോ എങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കാം. സെയിം ഐഡിയ തന്നെയാണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആർ 20 സെൻറ്റിമീറ്റർ ആൻഡ് 10 സെൻറ്റിമീറ്റർ. ഈ നീളം 20 സെൻറ്റിമീറ്റർ, ഈ നീളം 10 സെൻറ്റിമീറ്റർ. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി പാരലോഗ്രാം? ഇതിൻ്റെ ഉയരം എത്ര? വേഗം നമുക്ക് അപ്ലൈ ചെയ്യാം. 30:60:90. ഇവിടെ 60-ന് ഓപ്പോസിറ്റ് തന്നിട്ടില്ല, പക്ഷേ 90-ന് ഓപ്പോസിറ്റ് തന്നിട്ടുണ്ട്. 90-ന് ഓപ്പോസിറ്റ് 10 ആണ്. 90-ന് ഓപ്പോസിറ്റ് 10 ആണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ പറയടാ. 30-ന് ഓപ്പോസിറ്റ് എത്ര? കമൻറ്റ് ചെയ്യാം കേട്ടോ, ഒക്കെ കമൻറ്റ് ചെയ്യാം. അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. 60-ന് ഓപ്പോസിറ്റ് 5√3. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 5√3 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ? ഇത് 30 ഡിഗ്രി. അപ്പോൾ ഇത് എത്രയായിരിക്കും? 5 സെൻറ്റിമീറ്റർ. നമ്മൾ ചോദിച്ചത് ഹൈറ്റ് ആണ്. അടുത്തൊരു ചോദ്യം, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി പാരലലോഗ്രാം. സാമാന്തരികത്തിൻ്റെ പരപ്പളവ് കാണുക. നമുക്കറിയാം ഒരു സാമാന്തരികത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ BH ആണ്. ത്രികോണത്തിൻ്റെത് BH ആണെങ്കിൽ സാമാന്തരികം അഥവാ പാരലലോഗ്രാമിൻ്റെ BH ആണ്. സോ ബേസ് എന്ന് പറഞ്ഞാൽ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 20 ആണ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 5√3. സോ ദ ആൻസർ ഈസ് 20 × 5√3. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 100√3 സെൻറ്റിമീറ്റർ സ്ക്വയർ ഫുൾ മാർക്ക്. ഈ ഒരു 2 സ്റ്റെപ്പും ഈ ഒരു സ്റ്റെപ്പും എഴുതിയാൽ 4 മാർക്കാണ്. എക്സാമിന് ചോദിച്ച ചോദ്യം ഫൈനൽ എക്സാമിന്. സിമ്പിളല്ലേ? യെസ്. സോ മക്കളെ, ഇത്രയാണ് ഐഡിയ ഉള്ളത്. സോ ഇതേപോലെ ഈ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബോണസ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ലാസ്റ്റിലേക്ക് അതിലേക്ക് വരാം. മക്കളെ, അടുത്തൊരു ടഫുള്ളൊരു ക്വസ്റ്റ്യൻ, ഒരു A+ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. മക്കളെ ശ്രദ്ധിച്ചോളൂ. ചിത്രത്തിൽ AC വൃത്തത്തിൻ്റെ വ്യാസമാണ്. ചിത്രത്തിൽ AC എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. സർക്കിൾ ആയിട്ട് എന്തുണ്ടല്ലേ? AC-യുടെ നീളം 20 ആണ്. ഇത് കുറച്ച് ടഫുള്ള കേട്ടോ. ABC-യുടെ നീളം 60 ഡിഗ്രിയാണ്. ഈ കാണുന്ന ആംഗിൾ. ഒന്നാം ചോദ്യം, ആംഗിൾ ADC-യുടെ അളവ് എത്ര? ഇത് സർക്കിളുമായിട്ട് വൃത്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ADC-യുടെ നീളം എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? 45:45:90. ഇതും 90 ഡിഗ്രിയാണ്. അടുത്ത ചതുർഭുജം ABC-യുടെ ചുറ്റളവ് കാണുക, അഥവാ ഈ എല്ലാ നീളവും കാണണം. അതെങ്ങനെ പോസിബിളാണ്? ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ട്രയാങ്കിൾ എടുക്കാം. 90-ന് ഓപ്പോസിറ്റ് എടുക്കാം. ABC തന്നെ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ 30:60:90. 90-ന് ഓപ്പോസിറ്റ് ഇവിടെ 20 തന്നു. അങ്ങനെയാണെങ്കിൽ 30-ന് ഓപ്പോസിറ്റ് 10ഉം 60-ന് ഓപ്പോസിറ്റ് 10√3. 30-ന് ഓപ്പോസിറ്റ് ഇത് 30 ആണ്. അപ്പോൾ AB-യുടെ നീളം 10, BC-യുടെ നീളം 10√3. 2 ആൻസർ കിട്ടി. നമുക്ക് ഈ 2 നീളം കിട്ടി. ഇനി ആകെ ഈ 2 നീളം കിട്ടിയാൽ മതി. അടുത്തത് ട്രയാങ്കിൾ BDC എടുക്കാം. ട്രയാങ്കിൾ ADC അല്ലേ? ADC ഇവിടെ 45:45:90 ആണ്. മക്കളെ, ചെറിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ 45-ന് ഓപ്പോസിറ്റ് 20 ആണ്. 90-ന് ഓപ്പോസിറ്റ് 20 ആണ്. 20 സാധാരണ ഇവിടെ 1:1:√2 ഫോർമാറ്റിലാണ് വരാറുള്ളത്. പക്ഷേ ഇവിടെ √2 വന്നിട്ടില്ല. √2 വരാത്തത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രിക്ക് ഉണ്ട്. നമ്മൾ ലൈവിലൊക്കെ ഒരുപാട് പറഞ്ഞതാണ്. ഇനി അറിയാത്ത ആളുകൾ, ഇവിടെ √2 ഇല്ല എങ്കിൽ നിങ്ങൾ ബാക്കി 2 സ്ഥലത്തും അടിയിൽ √2 കൊടുക്കുക. ട്രിക്കാണേ. മുകളിൽ ഇവിടെ എത്രയാണോ അത് തന്നെ കൊടുക്കുക. 20 ആണെങ്കിൽ 20, ഇവിടെ 20. ഇവിടെ ഇപ്പോൾ 5 വന്നതെങ്കിൽ ഇവിടെ 5/√2, 5/√2. ഇവിടെ 10 വന്നതെങ്കിൽ ഇവിടെ 10/√2, 10/√2. ഈ സെയിം ഐഡിയ തന്നെ എവിടെ യൂസ് ചെയ്യാം? 30:60:90 യൂസ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ വന്നത് 1:√3:2 ആണ്. ഇപ്പോൾ ഇവിടെ 3√3 ആണ് നിങ്ങൾ ആൻസർ ചെയ്തത്. 3 ആണ്, ഇത് 6 ആണ്. പക്ഷേ ഇവിടെ 3 എന്ന് മാത്രമാണ് വന്നെങ്കിലോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവിടെ √3 ഇല്ലാത്തതുകൊണ്ട് ബാക്കി 2 സ്ഥലത്ത് √3 കൊടുക്കുക. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3, അതിൻ്റെ ഇരട്ടിയാണ് ഇവിടെ വരിക. ഈ ഒരു A+ ലെവൽ അല്ലെ ഫുൾ മാർക്ക് ലെവൽ ട്രിക്കാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടി 20/√2 ആണ്. ഈ കാണുന്നത് 20/√2, ഈ കാണുന്നത് 20/√2. അപ്പോൾ ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എല്ലാ നീളം കൂടി കൂട്ടുന്നതാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. സോ ആൻസർ ഈസ് ചുറ്റളവ് ഈസ് ഈക്വൽ ടു 10A + 10A + 10√3A + 20/√2 + 20/√2. അപ്പോൾ നമുക്ക് മനസ്സിലായി 20/√2 + 20/√2 എന്ന് പറഞ്ഞാൽ 10 + 10√3 20/√2 + 20/√2. 20, 20, 40, 40/√2 എന്ന് എഴുതാം. 40/√2 എന്ന് എഴുതാം. ഇനി അല്ലെങ്കിൽ 2 × 20/√2 എന്ന് എഴുതാം. രണ്ടും സെയിമാ മക്കളെ. 2നെ നമുക്ക് എന്താക്കാം? 2 എന്ന് പറഞ്ഞാൽ √2 × √2 ആ. സോ ദ ആൻസർ ഈസ് 10A + 10√3A +
√2 ഇൻറ്റു √2 ഇൻറ്റു 20/√2. അപ്പോൾ ഏതൊക്കെ വെട്ടാം? √2 √2 വെട്ടാം. അപ്പോൾ ഫൈനൽ ആൻസർ ആയിട്ട് എന്ത് വരും? 10 + 10√3 + 20√2. ചില ചോദ്യ പേപ്പറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിന് മിക്കവാറും പറയുന്നത് എന്തായിരിക്കുമല്ലോ, ഫസ്റ്റ് തന്നെ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും, √2 √3 ഒന്നും വില കൊടുക്കേണ്ടതില്ല. അങ്ങനെ ആയിരിക്കും എന്തായാലും ഉണ്ടാവുക, മിക്കവാറും അങ്ങനെ തന്നെ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇത്ര എഴുതിയാൽ ഫുൾ മാർക്കാണ്. കാരണം ഒരിക്കലും 10 + 10 20 ആവില്ല. കാരണം ഇവിടെ √3 ഉണ്ട്, ഇവിടെ √3 ഇല്ല. അപ്പോൾ ഇത്ര എഴുതി വെച്ചാൽ മതി. ഇനി നിങ്ങളുടെ √2 √3 വില കൊടുക്കണം എന്ന് പറഞ്ഞാൽ √3 വില നിങ്ങൾക്കറിയാം 1.732 ആണ്. അതോടൊപ്പം തന്നെ √2 വില 1.41 ആണ്. അത് കൂട്ടിയിട്ട് ചെയ്താൽ മതി. ഓക്കെ, A+ ലെവൽ ക്വസ്റ്റ്യൻ കിട്ടിയോ? സോ ഇതാണ് നിങ്ങളുടെ ഐഡിയ എന്ന് പറയുന്നത് കേട്ടോ. യെസ്, ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. മക്കളെ ശ്രദ്ധിച്ചോളൂ. വളരെ രസകരമായുള്ള അടുത്തൊരു ക്വസ്റ്റ്യനാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഏകദേശം 4 ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ? യെസ്, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ആയിരുന്നു നിങ്ങൾക്ക് ബാക്കിയുള്ളൂ. ഇത് 30 ഡിഗ്രി, ഇത് 30 ഡിഗ്രി. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ കാണുന്നത് 120 ഡിഗ്രിയാണ്. നേരത്തെ ചെയ്ത ചോദ്യത്തിൻ്റെ നേരെ തിരിച്ചൊരു സാധനം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് BC? BCയുടെ നീളം എത്ര? കിട്ടി. ഇത് 4 ആണെങ്കിൽ ഈ കാണുന്നത് 4 ആണ്. ഈസി അല്ലേ? അടുത്ത വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AB? ABയുടെ നീളം എത്ര? അത് കാണാൻ വേണ്ടിയിട്ട് ഇതിനെ നിങ്ങൾ പകുതിയാക്കണം. ഈ കാണുന്നത് 60 ഡിഗ്രിയാണ്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇത് 2√3 കിട്ടും, ഇതും 2√3 കിട്ടും. അപ്പോൾ 2√3 + 2√3 4√3. നേരത്തെ ചോദ്യം അതേപോലെ തിരിച്ചു വെച്ചതാണ്. അടുത്ത ചോദ്യം എന്താ? ഇൻ ദ ട്രയാങ്കിൾ PQ = 4√3, ആംഗിൾ P ആംഗിൾ Q = 30 ഡിഗ്രി. മക്കളെ ഈ ചിത്രം തന്നെ നോക്കി വരക്കാനാണ് നിങ്ങളോട് പറഞ്ഞത്. പേര് മാത്രം പോലും മാറ്റി ABCക്ക് പകരം PQR ആക്കി. നോക്കി നോക്കൂ, PQവിൻ്റെ നീളം 4√3. ഇത് P കൊടുക്കുക, ഇത് Q കൊടുക്കുക, 4√3. ഈ നീളം 4, ഈ നീളം 4 നിങ്ങൾക്ക് കിട്ടും, ഈസി ആയിട്ട് കിട്ടും. ആംഗിൾ Pയും ആംഗിൾ Qയും 30 ഡിഗ്രി. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഈ 2 ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ ഉണ്ട്. 2ൻ്റെ ചോദ്യമുണ്ട്, പക്ഷേ അതേ ചോദ്യം തന്നെ വേറെ രീതിയിൽ അങ്ങ് ചോദിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. സോ മക്കളെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്താൽ ഈ വീഡിയോ അവസാനിക്കും. വീഡിയോയുടെ ഫീഡ്ബാക്ക് മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ ടോപ്പ് 5 ക്വസ്റ്റ്യൻ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക കേട്ടോ. ഇൻ ദ ട്രയാങ്കിൾ ആംഗിൾ P = മലയാളം മീഡിയക്കാർക്ക് ഇവിടെ ഉണ്ട്. ആംഗിൾ P തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി വെർട്ടെക്സ് ടു R to PQ? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഉയരം. അപ്പോൾ ഇത് 105 ഡിഗ്രിയാണ്, ഇത് 45 ആണ്, ഇത് 90 ആണ്. അപ്പോൾ ഈ കാണുന്ന ആംഗിൾ എത്രയായിരിക്കും? 45 ആയിരിക്കും. ഈ കാണുന്ന ഈ ആംഗിൾ കുഞ്ഞാങ്കളാന്ന് കേട്ടില്ലേ? ഈ ആംഗിൾ 45ഉം ഈ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. കാരണം 45ഉം 60ഉം കൂട്ടുമാണ് 105 കിട്ടുന്നത്. ആൻസറേ. അപ്പോൾ ഒന്നാമത്തെ ആൻസർ 45:45:90 ആണ്. 45:45:90 ആയതുകൊണ്ട് തന്നെ 90ന് ഓപ്പോസിറ്റ് 5√2 ആണ്. സോ 45ന് ഓപ്പോസിറ്റ് 5ഉം 5ഉം ആയിരിക്കും. ഹൈറ്റ് 5, ഈസി. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് PQ? PQവിൻ്റെ നീളം എത്ര? PQവിൻ്റെ നീളം, അപ്പോൾ ഈ നീളം 5 ആണ്. അപ്പോൾ ഈ നീളം കിട്ടണമെങ്കിൽ കുറച്ചൊരു ട്വിസ്റ്റാണ്. 30:60:90. ഈ ആംഗിൾ എത്രയ്ക്കും? ഇത് 60 ആയതുകൊണ്ട് ഇത് 90, ഇത് 30. 30ന് ഓപ്പോസിറ്റ് 5 ആയതുകൊണ്ട് 60ന് ഓപ്പോസിറ്റ് 5√3 ആയിരിക്കും. 90ന് ഓപ്പോസിറ്റ് 10ഉം. അപ്പോൾ ഈ നീളം 10 ആണ്, ഈ നീളം 5√3 ആണ്. അപ്പോൾ PQവിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 5 + 5√3. ഒരിക്കലും 10√3 എന്ന് എഴുതരുത് കേട്ടോ. ഇത്ര എഴുതിയാൽ ഫുൾ മാർക്കാണ്. അതാണ് ഐഡിയ എന്ന് പറയുന്നത്. സോ മക്കളെ, ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ ഫീഡ്ബാക്കിൻ്റെ കൂടെ, ഫീഡ്ബാക്ക് കഴിഞ്ഞതിന് ശേഷം കമൻറ്റ് ചെയ്യുക. ഒരു ഏണി ഇവിടെ ചാരി വെച്ചിട്ടുണ്ട്, ഒരു ചുമരിൽ ഒരു ഏണി ചാരി വെച്ചിട്ടുണ്ട്. ഏണിയുടെ നീളം എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. ആ ഏണിയും നിലവും തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രിയാണ്. എങ്കിൽ ഏണി ഇവിടെ നിന്നും എത്ര ഉയരത്തിലാണ്? തറയിൽ നിന്നും എത്ര ഹൈറ്റിലാണ് ഏണി? ഈ ഏണിയും ഇവിടെ നമ്മളുടെ അകലം എത്ര? ആ 2 ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ ചെയ്യാൻ പറ്റും നോക്കുക. 30:60:90 ആണ്. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന പ്രതീക്ഷയോടുകൂടി എൻ്റെ പേര് ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഷാഹിദ് റംസാൻ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മാത്തമാറ്റിക്സിൽ ഉറപ്പ് ഞാൻ തരുന്നു, നിങ്ങൾ സൈലത്തിൻ്റെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ യാതൊരു സംശയം വേണ്ട, ക്ലാസ്സിലെ ടോപ്പേഴ്സ് ആയിരിക്കും കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ടും നമുക്ക് വീണ്ടും കാണാം. ബൈ.